നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പൊതുതിരഞ്ഞെടുപ്പിന്റെ ആവേശമുയർത്തി ഉപതിരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശം. ഇനി നിശബ്ദ പ്രചാരണം ബാക്കി. കയ്പമംഗലം 4-ാം വാർഡും എടത്തിരുത്തി 12-ാം വാർഡും ചൊവ്വാഴ്ച ബൂത്തിലേക്ക്. തളിക്കുളം 10-ാം കല്ലിലെ സെന്റ് മേരീസ് കപ്പേളയ്ക്ക് നേരെ സാമൂഹ്യവിരുദ്ധരുടെ ആക്രമണം. കാക്കാത്തിരുത്തി കാളിമലർക്കാവിൽ ആനന്ദോത്സവത്തിന്റെ ഭാഗമായി കൊടിമര ഘോഷയാത്ര നടത്തി. വാർത്തകൾ വിശദമായി. പൊതുതിരഞ്ഞെടുപ്പിന്റെ ആവേശമുയർത്തി കയ്പമംഗലത്തും ചന്ദ്രാപിന്നിയിലും കൊട്ടിക്കലാശം. കയ്പമംഗലം പഞ്ചായത്തിലെ 4-ാം വാർഡിലും എടത്തിരുത്തിയിലെ 12-ാം വാർഡിലുമാണ് ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഞായറാഴ്ച വൈകിട്ട് 5 മണിയോടെ പരസ്യപ്രചരണം സമാപിച്ചു. കയ്പമംഗലം കൊപ്രകളത്തായിരുന്നു കൊട്ടിക്കലാശം നടന്നത്. വിവിധ കക്ഷികൾ അവരുടെ പ്രവർത്തകരുമായി ചേർന്ന് മുദ്രാവാക്യങ്ങളും ആർപ്പുവിളികളും കൊട്ടും കുരവയുമായി ആവേശത്തോടെ ചെത്തിയപ്പോൾ ഒരു പൊതുതിരഞ്ഞെടുപ്പിന്റെ പ്രതീതിയായിരുന്നു. ചന്ദ്രാപിന്നിയിൽ SRV UP സ്കൂൾ പരിസരത്തായിരുന്നു കൊട്ടിക്കലാശം. കയ്പമംഗലം എടത്തിരുത്തി പഞ്ചായത്തുകളിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം സമാപിച്ചു. മെയ് 7-നാണ് ഉപതിരഞ്ഞെടുപ്പ്. കയ്പമംഗലം പഞ്ചായത്തിലെ 4-ാം വാർഡിലും എടത്തിരുത്തിയിലെ 12-ാം വാർഡിലുമാണ് മത്സരം. കയ്പമംഗലത്ത് നിലവിലെ അംഗം കോൺഗ്രസിലെ സജിത ഷമീർ വിദേശത്തേക്ക് പോയതിനെ തുടർന്നുണ്ടായ ഒഴിവിലാണ് ഉപതിരഞ്ഞെടുപ്പ്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഉമ KKയും ലീഗ് പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അസീന ജമാലുദ്ദീനും LDF സ്വതന്ത്രയായി സുധാ കുൽദീപ് കുമാറും വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ സ്ഥാനാർത്ഥിയായി സാജിദ അബ്ദുൾ റസാഖും മത്സരിക്കുന്നു. കയ്പമംഗലം വിജയഭാരതി സ്കൂളിലാണ് വോട്ടെടുപ്പ്. എടത്തിരുത്തിയിൽ 12-ാം വാർഡിൽ നിലവിലെ അംഗം KA മനോഹരന്റെ നിര്യാണത്തെ തുടർന്നുണ്ടായ ഒഴിവിലേക്കാണ് മത്സരം. ചന്ദ്രാപിന്നി പെരുമ്പടപ്പ SRV UP സ്കൂളിലാണ് വോട്ടെടുപ്പ്. LDFന്റെ CPM സ്ഥാനാർത്ഥിയായി TK ചന്ദ്രബാബുവും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മുത്താംപറമ്പിൽ ബാലനും BJPയുടെ സ്ഥാനാർത്ഥിയായി ജ്യോതിബാസ് തേവർക്കാട്ടിലും CPM റിബൽ സ്ഥാനാർത്ഥിയായി കുന്നുപറമ്പിൽ ബാലനും മത്സരിക്കുന്നു. മെയ് 8-നാണ് വോട്ടെണ്ണൽ. മമ്മസ്രായിലത്ത് ചാമക്കാലയിൽ കുടുംബങ്ങളുടെ ഒത്തുചേരലും വാർഷിക യോഗവും നടന്നു. ക്കളം സ്റ്റാർ ഓഡിറ്റോറിയത്തിൽ നടത്തിയ കുടുംബ കൂട്ടായ്മ VS സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. പോലെയുള്ള ഒരുപാട് ലോകസഞ്ചാരികൾ അവരുടെ എല്ലാം സഞ്ചാര കഥകൾ ഇപ്പോൾ നമുക്ക് ലഭ്യമാണ്. ആ സഞ്ചാര കഥകളെ കുറിച്ചുള്ള ആ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് വളരെയേറെ അത്ഭുതവും അതോടൊപ്പം തന്നെ കൗതുകവും തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ പ്രദേശത്തെ കുറിച്ച് അതിനകത്ത് പറയുന്നുണ്ട്. നമ്മുടെ ഈ പ്രദേശത്തൂടെ കടന്നു പോകുമ്പോൾ കാണുന്ന മനോഹരമായ കാഴ്ചകളെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ തന്നെ സംഘകാല കൃതികളിൽ നമ്മുടെ ഈ പ്രദേശത്തെ പറ്റി പറയുന്നുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന, ഇവിടെ ജീവിച്ചിരുന്ന ആളുകൾ, അവരുടെ സംസ്കാരം, അവരുടെ ജീവിത രീതി തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചെല്ലാം സംഘകാല കൃതികളിലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെ വളരെ പുരാതനമായ ഒരു പ്രദേശമാണ് ഈ കൊടുങ്ങല്ലൂർ മുതൽ പൊന്നാനി വരെ കിടക്കുന്ന ഈ തീരപ്രദേശം. ഇത് ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു സ്ഥലമായിരുന്നു. കോഴിക്കോട് നിങ്ങൾക്കറിയാം, കാപ്പാട് കടപ്പുറത്താണ് ആദ്യമായി വാസ്കോഡി ഗാമ വന്നത്. കാപ്പാട് കടപ്പുറത്താണ്. ഇന്ത്യയിലേക്ക് തന്നെ ഒരു വിദേശി കപ്പൽ ഇറങ്ങിയത് നമ്മുടെ കാപ്പാട് കടപ്പുറത്താണ്. MC ജമാലുദ്ദീൻ ഹാജി അധ്യക്ഷനായി. എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് AV സതീഷ്, PM അബ്ദു ഹാജി, ഹംസ PK, MCK ഇബ്രാഹിം കുട്ടി മാസ്റ്റർ, MCM താജുദ്ദീൻ, AM അബ്ദുൾ റഹ്മാൻ എന്നിവർ സംസാരിച്ചു. PK ഭാവതാരിമി മുഖ്യപ്രഭാഷണം നടത്തി. MK അബ്ദുൾ റഹ്മാൻ സ്വാഗതവും MM മൊയ്തു നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ കുടുംബത്തിലെ 70 വയസ്സ് കഴിഞ്ഞവരെ ആദരിച്ചു.
അസുഖത്തിൽ നിന്നും മോചിതനായ നടൻ ഇന്നസെന്റിനെയും അസുഖബാധിതയായ ഇന്നസെന്റിന്റെ ഭാര്യ ആലിസിനെയും കാണുന്നതിന് MP വീരേന്ദ്രകുമാർ എത്തി. ഞായറാഴ്ച വൈകിട്ട് 3:30യോടെയായിരുന്നു സന്ദർശനം. വീട്ടിലെത്തിയ വീരേന്ദ്രകുമാറിനെ ഇന്നസെന്റ്, ഭാര്യ ആലിസ്, പേരമക്കളായ അന്ന, ഇന്നസെന്റ് എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. തന്റെ രണ്ടാമത്തെ മകൾക്കും ഇതേ അസുഖമായിരുന്നുവെന്നും അവൾ ഇപ്പോൾ അസുഖത്തിൽ നിന്നും പൂർണ്ണ മോചിതയായിട്ടുണ്ടെന്നും വീരേന്ദ്രകുമാർ ആലിസിനെ ആശ്വസിപ്പിച്ചു. അരമണിക്കൂർ നീണ്ടു സന്ദർശനം. അത് അവസാനം കോഴിക്കോട് നിന്ന് ചെയ്തിട്ട് സുഖമില്ലാ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് അതാണ് ഇദ്ദേഹത്തെ അവരോട് പറഞ്ഞ് ഇവിടെ ചെയ്ത് ശരിയായില്ല. രണ്ടാമതാണ് ചെയ്തു. ഇപ്പം യാതൊരു കുഴപ്പമില്ല. എൻ്റെ രണ്ടാമത്തെ മകൾ ബംഗളൂരിൽ പോകും. അത് ബ്ലഡിൻ്റെ ബ്ലഡ് ക്യാൻസറാണ്. ബ്ലഡ് ക്യാൻസറാണ് ഏറ്റവും അപകടം കുറഞ്ഞ സാധനം. ബ്ലഡ് ക്യാൻസർ. കർഷക സംഘം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിത്രരചനാ മത്സരം നടത്തി. എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് AV സതീഷ് ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് MA തോമസ് അധ്യക്ഷനായി. ലാൽ സിംഗ് ഇയാനി, KB ഹംസ, PK വിനോദൻ, AR ബാബു, PK ഇബ്രാഹിം, PV രാധാകൃഷ്ണൻ, BK ജനാർദ്ദനൻ എന്നിവർ സംസാരിച്ചു. CPIM ലോക്കൽ സെക്രട്ടറി TK ദേവദാസ് സമ്മാനദാനം നിർവഹിച്ചു. എങ്ങണ്ടിയൂരിൽ കവിതാലാപന മത്സരവും SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കലും നടത്തി. എങ്ങണ്ടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുനിൽ ഉദ്ഘാടനം ചെയ്തു. VS ശിവജി അധ്യക്ഷനായി. KB സുരേഷ്, PR ഷാജുമോൻ എന്നിവർ സംസാരിച്ചു. CK രാജഗോപാൽ സ്വാഗതവും CA ശാർങ്ങാധരൻ നന്ദിയും പറഞ്ഞു. വിജയികൾക്ക് കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് PV രവീന്ദ്രൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. തളിക്കുളം 10-ാം കല്ലിൽ കപ്പേളയുടെ രൂപക്കൂടിന് നേരെ സാമൂഹ്യവിരുദ്ധരുടെ ആക്രമണം. ആക്രമണത്തിൽ രൂപക്കൂടിന്റെ ചില്ല് തകർന്നു. വിശുദ്ധ അന്തോണിസ് പുണ്യാളന്റെ രൂപത്തിനും ഏറുകൊണ്ടു. സെന്റ് മേരീസ് ചർച്ചിന്റെ രൂപക്കൂടിന് നേരെയായിരുന്നു ആക്രമണം. രാവിലെ പള്ളിയിലെത്തിയ കപ്പ്യാരാണ് രൂപക്കൂട് തകർന്നു കിടക്കുന്നത് കണ്ടത്. ഉടൻ ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് മുട്ടത്തിനെ വിവരമറിയിച്ചു. ഫാദർ പോലീസിൽ നൽകിയ പരാതിയെ തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി തളിക്കുളം, കച്ചേരിപ്പടികൾ എന്നീ സ്ഥലങ്ങളിൽ സാമൂഹ്യവിരുദ്ധർ താണ്ഡവമാടുകയാണ്. ഈ പ്രദേശങ്ങളിൽ പോലീസ് പെട്രോളിംഗ് ഊർജിതമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇനിയൊരു ഇടവേള.